മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ശ്രീജിത്ത് പണിക്കരുടെ വീട്ടില് കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഒരു സന്ദർശനം നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ശ്രീജിത്ത് പണിക്കർ ഒരു പോസ്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. പിറന്നാൾ ആശംസകളുമായി ഒരു അപ്രതീക്ഷിത അതിഥി വീട്ടിൽ എത്തിയപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട്. ഇതിപ്പോ ഈ കഴിഞ്ഞ ദിവസമാണ് മൗദൂദി ചാനലിന് ഇത് കണ്ടു കുരു പൊട്ടി അവർ ഉടനെ തന്നെ ഒരു അടുപ്പൊക്കെ കൂട്ടിയിട്ട് പാറ്റക്കള്ളം ഒന്നും നോക്കാതെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവർ വിളിച്ചു പറഞ്ഞത് എന്താണ് എന്ന് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇവിടെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തെറ്റിക്കണമെന്ന് വിചാരിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ പ്രചാരകരായിട്ട് ദിവസവും സ്ക്രീനിൽ വരുന്ന ആളുകൾ, രാഹുൽ ഗാന്ധിയെ പോലും അധിക്ഷേപിക്കുന്നവർ, കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തെയും സമരത്തെയും എപ്പോഴും അപഹസിക്കുന്നവർ, അത്തരക്കാരുടെ വീട്ടിൽ രമേശ് ചെന്നിത്തലയെ പോലെ ഒരാൾ ഒരു ജന്മദിനത്തിന് അപ്രതീക്ഷിത അതിഥിയായി പോകുക, അങ്ങനെ അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന ഒരു ടീമാണ് അദ്ദേഹത്തെ കൊണ്ട് നടക്കുന്നത്. അതായത് ഈ ശ്രീജിത്ത് പണിക്കർ ഇവിടെ എന്തോ ഹിന്ദുവിനെയും മുസ്ലിമിനെയൊക്കെ തെറ്റിക്കാനൊക്കെ നടക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി ദിനം പ്രതി സ്ക്രീനിൽ വരുന്ന ഒരാളാണ് എന്നൊക്കെയാണ് വിളിച്ചു പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലെ ഹിന്ദുവിനെയും മുസ്ലിമിനെയൊക്കെ തെറ്റിക്കാൻ മൗദൂദി ചാനൽ നടക്കുന്നത് പോലെ വേറെ ആരെങ്കിലും നടക്കുന്നുണ്ടോ? ഏതായാലും ശ്രീജിത്ത് പണിക്കർ ഈ ഒരു ഏർപ്പാട് എടുക്കുന്നില്ല. കാരണം എന്താ? അദ്ദേഹം ഇറക്കുന്ന വീഡിയോകള് മലയാളികൾ കാണുന്നതാണ്. അതിലേതായാലും ഒരു ഭിന്നിപ്പിന്റെ ഒരു സ്വരം അതിൽ ഉണ്ടാവാറില്ല. മറിച്ച് അതിൽ കൃത്യമായ രാഷ്ട്രീയ നിലപാടുണ്ടാവാറുണ്ട്. അദ്ദേഹം കൃത്യമായിട്ട് ഏതൊരു രാഷ്ട്രീയ പാർട്ടി നല്ലത് ചെയ്താലും അതെടുത്ത് പറയാറുണ്ട്, വിമർശിക്കാറുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം രാഷ്ട്രീയമായിട്ട് യോജിപ്പും വിയോജിപ്പൊക്കെ പല വിഷയങ്ങളോടും നൽകാറുണ്ട്, മുന്നോട്ട് വെക്കാറുണ്ട്. അതൊക്കെ ചെയ്യുമ്പോഴേക്ക് ഒരാളെ അങ്ങ് വർഗീയവാദിയാക്കാൻ സാധിക്കുമോ? എന്നാൽ ഇത് വിളിച്ചു പറഞ്ഞ ഈ മൗദൂദി ചാനലിന്റെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് എന്താ? നല്ല ഒന്നാം തരം ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന ഒരു സംവിധാനമാണല്ലോ ഇത്. ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മലയാളികൾക്ക് ഇപ്പോ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനാവൂലേ? ലോകത്തിന്റെ ഏതോ കോണിലേക്കൊന്നും ഓടണ്ട. നമ്മുടെ തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൽ എന്തായിരുന്നു അവസ്ഥ? അവിടെ ഷെയ്ഖ് ഹസീന എന്ന മുസ്ലിം ഭരണാധികാരി ഭരിക്കുന്ന സമയത്ത് അവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും സകലരും ഐക്യത്തോടു കൂടി ജീവിച്ച് മുന്നോട്ട് പോയി. അതേ സമയത്ത് അവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിൽ കാര്യങ്ങൾ എത്തിയതോട് കൂടിയിട്ട് അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടി ഇല്ലാതെയാക്കില്ലേ? അവിടെയുള്ള ഹിന്ദുവിനെ ക്രിസ്ത്യാനിയെ തേടിപ്പിടിച്ച് അവിടെ ജമാഅത്തെ ഇസ്ലാമി എന്ന് നിയന്ത്രണത്തിലേക്ക് എത്തിയോ അന്ന് അവിടെ ന്യൂനപക്ഷ വേട്ട തുടങ്ങിയില്ലേ? ആ ജമാഅത്തെ ഇസ്ലാമി ലോകം മൊത്തമില്ലേ? നമ്മുടെ കേരളത്തിലുമില്ലേ? ഇത് ഒരു സാധനമല്ല എന്നാർക്കെങ്കിലും എതിരഭിപ്രായമുണ്ടോ? ഇനി ഞാൻ മറ്റൊരു കാര്യം മുന്നോട്ട് വെക്കാം. ഞാനൊരു മുസ്ലിം വിശ്വാസിയാണ്. എന്നെ പോലെ തന്നെ മുസ്ലിം വിശ്വാസികളായിട്ടുള്ള കേരളത്തിലെ ഒരുപാട് ആളുകൾ ഒരേ സ്വരത്തിൽ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ഈ മൗദൂദി ചാനൽ നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹത്തെ ഭിന്നിപ്പിക്കാണ്. ഏതൊരു വിഷയം വരുമ്പോഴേക്ക് ഇവര് മതവാദവുമായിട്ട് ഇരവാദവും അതേപോലെ തന്നെ പോരാട്ടവും സകലതും മതം പൊക്കിപ്പിടിച്ച് വരത്തും. ഏറ്റവും ലളിതമായൊരു ഉദാഹരണം മുന്നോട്ട് വെക്കാം. ഹമാസ് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയപ്പോ പോരാട്ടം, പോരാളികൾ, മതം പൊക്കി പിടിച്ച് തന്നെ ഇത് പറഞ്ഞിട്ടുള്ളത്. ഇനി നേരെ തിരിച്ച് കണക്കിനിങ്ങോട്ട് കിട്ടിയപ്പോ ഇതേ മതം പൊക്കി പിടിച്ച് ഇരവാദം. ഇതാണ് ഇവരുടെ ശൈലി. അതായത് ഇവർ മതമാണ് എപ്പോഴും പൊക്കിപ്പിടിച്ച് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ കേരളത്തിൽ നിരന്തരം മതം പൊക്കിപ്പിടിച്ച് പൊതുസമൂഹത്തെ ഭിന്നിപ്പിക്കലാണ് ഈ മൗദൂദികളുടെ, പ്രത്യേകിച്ച് അടുപ്പുകുട്ടിക്കാരുടെ ലക്ഷ്യം എന്നുള്ളത് ഇവിടുത്തെ മുസ്ലിം വിശ്വാസികൾ തന്നെ ഉയർത്തിപ്പിടിക്കൽ തുടങ്ങിയില്ലേ? ഇനി ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ ഏത് വിഷയത്തിലാണ് നിങ്ങൾ ഇവിടെ വർഗീയത എന്ന് പറയുന്നത്? ഇവിടെ കേന്ദ്ര സർക്കാർ ചെയ്യുന്ന ഒരു കാര്യം സത്യസന്ധമായിട്ട് പറയുമ്പോൾ അതെങ്ങനെ വർഗീയതയാവാം? ശ്രീജിത്ത് പണിക്കർ ഈ രാഹുൽ ഗാന്ധി എന്തെങ്കിലും നല്ലത് പറഞ്ഞിട്ടത് പറഞ്ഞില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? പിന്നെ രാഹുൽ ഗാന്ധി അധിക്ഷേപിച്ചോ എന്ന്? ഈ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പോലും എന്താ ചെയ്തത്? സകലൊരു കുട പിടിച്ചു നിൽക്കാം മഴ പെയ്യും. ഇയാളിത് ഒരു കുട പോലും പിടിക്കാതെ അവിടുന്ന് ഫോട്ടോഷൂട്ടാ, മാസ് ബീച്ച്. ഇതൊക്കെ ആളുകൾ ട്രോളും. ഇതാണോ അധിക്ഷേപിക്കല്? ഇനി ഇവിടെ രാഹുൽ ഗാന്ധി ഏറിപ്പോയാൽ ആരെങ്കിലും പപ്പു എന്നൊക്കെ വിളിക്കും. ആ പപ്പു എന്ന് വിളിക്കുന്നത് അധിക്ഷേപിക്കലാണോ? അപ്പൊ ഇതേ മൗദൂദി ചാനല് ഗോദി മീഡിയ എന്ന് പറയുന്നത് ഒരു അധിക്ഷേപിക്കലല്ലേ? ഗോദി മീഡിയ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ
പിന്നെ പപ്പു മീഡിയ പപ്പു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ലളിതമായ ചോദ്യങ്ങളാണ് ഇതൊക്കെ. വിവേകമുള്ള മലയാളികൾ ചിന്തിച്ചാൽ മാത്രം മതി. ഈ മൗദൂദി ചാനലിന്റെ ലേറ്റസ്റ്റ് ശ്രീജിത്ത് പണിക്കരുടെ വീട്ടിൽ രമേശ് ചെന്നിത്തല ഈ രമേശ് ചെന്നിത്തല നിയന്ത്രിക്കുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇപ്പോ ഇവർ പറയുന്നിടത്ത് പോവാൻ സാധിക്കൂ. ഇനി ജമാഅത്തെ ഇസ്ലാമിയെ പേടിച്ചിട്ട് ചെന്നിത്തല ഈ പറയുന്ന ശ്രീജിത്ത് പണിക്കരുടെ വീട്ടിൽ പോകുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. മിക്കവാറും ഇനി പോവലുണ്ടാവില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമി വടിയെടുത്തിട്ടുണ്ട് ശ്രീജിത്ത് പണിക്കരുടെ വീട്ടിൽ പോയതിന്. ഇനിയും ചെന്നിത്തല ശ്രീജിത്ത് പണിക്കരുടെ വീട്ടിൽ പോയാൽ നമുക്കതിന് കയ്യും അടിക്കും, ഒരു തർക്കവും വേണ്ട. ഏതായാലും ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂദികൾ വടിയെടുത്തിട്ടുണ്ട്. പോയത് ശരിയല്ല എന്ന് ചെന്നിത്തല ഞെട്ടിച്ചിട്ടുണ്ട്. അതല്ലേ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയെ ഞെട്ടിക്കല്ലേ യഥാർത്ഥത്തിൽ ഇവരൊരു അടുപ്പ് കൊട്ടി ചർച്ചയൊക്കെ നടത്തിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവരെന്താ ചെയ്തോണ്ടിരിക്കുക? ഇവരെ ആരെതിർക്കുന്നു അവർക്ക് സ്പോട്ടിൽ വർഗീയ ചാപ്പയടിച്ചു കൊടുക്കാം. ഇവരാരെ എതിർത്താലും ഇന്ന മതത്തിനാണോ ഇവർ വർഗീയവാദികളാണ്. ഇവർക്കെതിരെ ആര് പറഞ്ഞാലും ഇവർക്ക് ആ പറഞ്ഞതിനോട് മറുപടി പറയാൻ ഇന്നേ വരെ സാധിച്ചിട്ടില്ല. ഇവരപ്പോഴേക്ക് വർഗീയ ചാപ്പയടിച്ച് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. ആ ചാപ്പയടിയൊക്കെ ഈ മൗദൂദി ചാനലൊക്കെ 4 പോക്കറ്റിൽ അങ്ങ് മടക്കി വെച്ചാൽ മതി, സ്വന്തം പോക്കറ്റില്. മലയാളികൾ അതൊക്കെ തിരിച്ചറിയുന്നുണ്ട്. മൗദൂദി ചാനൽ എന്താണ്, ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ മലയാളികൾക്കറിയാം. ലേറ്റസ്റ്റ് ഒരു ഉദാഹരണം കൂടി മുന്നോട്ട് വെക്കാം. ഇവിടെ പേളി മാണി ഒരു നിലപാട് പറഞ്ഞു, ഒരു രാഷ്ട്രീയ നിലപാട് പറഞ്ഞ് അപ്പോഴേക്ക് എന്താ തമ്പു വന്നത്? പേളിയുടെ കാവി തെളിഞ്ഞു. അടുത്തതാണ് പേളിക്ക് ധ്വജപ്രണാമം. അതായത് കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്നത് പോലെ ഒരു പോസ്റ്റ് ആരെങ്കിലും ഇട്ടാൽ ആദ്യ ആക്രമണം തുടങ്ങുക ഈ മൗദൂദി ചാനലല്ലേ. എന്നിട്ട് ഇവർക്ക് എന്തർഹത ജനാധിപത്യത്തെ കുറിച്ചും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ വിളിച്ചു പറയാൻ? പേളി മാണി ഈ പോസ്റ്റ് ഇട്ടത് EDA പേടിച്ചിട്ടാ, IT റൈഡ് പേടിച്ചിട്ടാ? ഇതൊക്കെ എത്ര അധിക്ഷേപിക്കല, ഒരു വ്യക്തിയെ എത്രത്തോളം അപമാനിക്കല എന്ന ലളിതമായ മറ്റൊരു ചോദ്യം. ഈ 2014 നരേന്ദ്രമോദി അധികാരത്തിലേക്ക് എത്തിയത്. ഈ 2014 മുമ്പ് കോൺഗ്രസ് അല്ലേ രാജ്യം ഭരിച്ചിരുന്നത്. അപ്പോ ഈ സകല IT റൈഡും നടത്തി 2014 മോദിയെ കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തിച്ചാണ്. ഇവര് സ്ഥിരമായിട്ട് പറയുന്നു IT റൈഡ് നടക്കുന്നതുകൊണ്ടാ സകലരും മോദിക്കൊപ്പം എന്ന്. അപ്പൊ 2014 വരെ കോൺഗ്രസ് ഭരിച്ചിട്ട് സകല IT റൈഡും നടത്തിയിട്ട് മോദിക്ക് ആളുകളെ അനുകൂലാക്കി കൊടുത്താണ്. എന്തെങ്കിലും അടിസ്ഥാനമുള്ളൊരു കാര്യം ഇവന്മാരുടെ വായിൽ നിന്ന് ജീവിതത്തിൽ ഇന്നേവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഏതായാലും സകല മലയാളികളും തിരിച്ചറിയും ഇവിടെ കേന്ദ്ര സർക്കാരിന് ആരും അനുകൂലിച്ചോ IT റൈഡ് അല്ലാതെ ഇവിടുത്തെ വികസനം കണ്ടിട്ടൊന്നല്ല. ഒന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കണം. സകല മലയാളികൾക്കും അറിയാം. ഇപ്പൊ കേരളം ഒന്നും വിട്ടുപോവേണ്ട, ഒന്ന് നാഷണൽ ഹൈവേക്ക് ഒന്ന് നോക്കണം. മോദി വന്നതിന് ശേഷമുള്ള ഒരു മാറ്റം പറയാൻ പറ്റുന്നതിലും അപ്പുറല്ലേ, സമാനതകളില്ലാത്ത വികസനല്ലേ. ഇനി നമ്മുടെ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക്, ഹിന്ദുവിന്, ക്രിസ്ത്യാനിക്ക്, സിഖിന്, ലോകത്തുള്ള എല്ലാ മതത്തിനും ഏറ്റവും കൂടുതൽ സുരക്ഷയും സമാധാനവും സൗകര്യങ്ങളിലൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിലല്ലേ. മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളായിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളിൽ കഴിഞ്ഞ പുണ്യ റമദാൻ മാസത്തിൽ പോലും സമാധാനം ഉണ്ടായിട്ടില്ല. ഇറാനെ ഗൾഫിലേക്ക് ആക്രമണം നടത്തിയിട്ട്. എന്നാൽ നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തില് മുസൽമാനും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഇവിടെയുള്ള സകല മതങ്ങൾക്കും സമാധാനത്തിലും സൗകര്യത്തിലും സുരക്ഷയിലും മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. സമാനതകളില്ലാത്ത വികസനം അത് അങ്ങനെയും ഒരു ഭാഗത്ത് വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് വിവേകമുള്ള ഒരു മലയാളിക്ക് കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കരുത് എന്നുണ്ടോ? ഈ മൗദൂദി ചാനലിനെ അവരനുകൂലിക്കാത്ത സകലരും വർഗീയവാദികളാ. ഇവരാരെ എതിർത്താലും അവര് മതത്തിനോ എന്ന് യഥാർത്ഥത്തിൽ മൗദൂദികളെയാണ് പറയുന്നത്. മൗദൂദികൾ ഒന്നിനും കൊള്ളില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. അത് പറഞ്ഞാൽ വർഗീയ ചാപ്പ, അതൊക്കെ പോക്കറ്റിൽ അങ്ങ് വെച്ചാൽ മതി എന്നാണ് വിവേകമുള്ള സകല മലയാളികൾക്കും മുന്നോട്ട് വെക്കാനുള്ളത്.